സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ. ബാൻഡ് 5-ൻ്റെ ഇൻ്റർവ്യൂസ് നിങ്ങൾക്ക് എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാം. ഇൻ്റർവ്യൂസിൽ കോമൺ ആയിട്ട് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ വെർച്വൽ ഇൻ്റർവ്യൂസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാക്ക് ഇൻ ആയിട്ടുള്ള ഇൻ്റർവ്യൂസോ വന്നു കഴിഞ്ഞു ഒരു 8 കാറ്റഗറീസാണ് നമ്മൾ നോക്കുന്നത്. അതിനകത്ത് ഒരു 8 സ്റ്റെപ്പ് ഉണ്ട് നമ്മൾ നോക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നതായിട്ട് ഇൻ്റർവ്യൂസിനകത്ത്. ഈവൻ സ്റ്റാർട്ടിങ് ഫ്രം ഇൻട്രൊഡക്ഷൻ ടു ലാസ്റ്റ് കൺക്ലൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജോലി തരണമോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഏരിയ വരെയുള്ള 8 കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളൊരു ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ നിങ്ങൾ NHSലേക്കോ അല്ലെങ്കിൽ UK അല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും ഒരു ഫോറിൻ കൺട്രിയിലേക്കോ നിങ്ങൾ നേഴ്സായിട്ട് ജോബിന് പോകാനായിട്ട് തയ്യാറെടുക്കുന്ന ഒരു നേഴ്സാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോയുടെ അവസാനം വരെയും കണ്ടിരിക്കുക. സോ മല്ലു നഴ്സിംഗ് കപ്പിൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ ഏതു കൃഷ്ണ. ഞാനിപ്പോൾ കറൻ്റ്ലി നോട്ടിംഗം യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ക്ലിനിക്കൽ നേഴ്സ് പ്രാക്ടീഷണറായിട്ടും പിന്നെ ക്യാപ്സ്യൂൾ സ്പഞ്ച് ടെസ്റ്റിൻ്റെ പൈലറ്റ് ലീഡായിട്ടുമാണ് വർക്ക് ചെയ്യുന്നത്. അതുകൂടാതെ ഞാൻ എൻഡോസ്കോപ്പി യൂണിറ്റിലെ ഡെപ്യൂട്ടി മാനേജറാണ്. ഹോസ്പിറ്റലിലെ അഡൽട്ട് ഹോസ്പിറ്റൽ ലൈഫ് സപ്പോർട്ടിൻ്റെ ലിങ്ക് ട്രെയിനറാണ്. പിന്നെ ഇവിടെ ഇൻ്റർവ്യൂസ് നടത്തുന്ന പാനലിലെ മെമ്പർ കൂടിയാണ്. ഒരുപാട് ഇൻ്റർവ്യൂസിന് ഞാൻ ഇരിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ നഴ്സസിൻ്റെ റിക്രൂട്ട്മെൻ്റ് ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ യൂണിറ്റിലേക്ക് വരുന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്ന വാക്ക് ഇൻ ഇൻ്റർവ്യൂസിലുള്ള അപ്പോൾ ആ ഇൻ്റർവ്യൂസ് നടത്തുന്ന എക്സ്പീരിയൻസിലും എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസും NHSലുള്ള ഈ 3 to 4 years ഓഫ് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നിങ്ങളിലേക്ക് ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ടും ഫോളോ ചെയ്ത് പറയുന്ന പോയിന്റുകളും ടിപ്സുകളും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം, ഓരോ പോയിൻ്റായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻട്രൊഡക്ഷൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളെ ഒന്ന് വാമപ്പ് ചെയ്യാനും നിങ്ങളെ ഒന്ന് പ്രോപ്പറായിട്ട് ഇതിലോട്ട് കൊണ്ടുവരാനും ആ ഒരു കോൺവെർസേഷൻ ഒന്ന് ആക്റ്റീവായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പോയിട്ട് IELTS ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അല്ലേ, കാര്യം നമുക്ക് എപ്പോഴും ഒരു വാമപ്പ് സെഷൻ കാണാം സ്പീക്കിങ്ങിനൊക്കെ മുന്നേ. അതുപോലെ നിങ്ങളൊന്ന് വാമപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻട്രൊഡക്ഷൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നോർമലി മിക്കവാറുള്ള ഇൻ്റർവ്യൂ പാനൽസിൽ തന്നെ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൽ തന്നെ നമ്മൾ അസസ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ഈ ഇൻട്രൊഡക്ഷൻ സെഷൻ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒരു സെലക്ഷൻ പ്രോസസ്സിൽ നമ്മൾ ചില സമയത്ത് കൺസിഡർ ചെയ്യാറില്ലായിരിക്കും എന്തായാലും. ഓക്കെ, പ്രത്യേകിച്ച് ബാൻഡ് 5-ൻ്റെ ഇൻ്റർവ്യൂസിൻ്റെ സമയത്ത്. പക്ഷേ ചില ട്രസ്റ്റുകൾ അത് കൺസിഡർ ചെയ്യാറുണ്ടായിരിക്കും. പക്ഷേ സ്റ്റിൽ നിങ്ങളൊന്ന് പ്രോപ്പറായിട്ട് അതൊന്ന് വാമപ്പ് ചെയ്ത് നിങ്ങളൊന്ന് അതിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ്. കാര്യം ഇൻ്റർവ്യൂ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് ആങ്ഷ്യസ് ആയിരിക്കും. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇൻ്റർവ്യൂസ് ഒരുപാട് നടത്തിയിട്ടുണ്ട്, ഒരുപാട് പാനൽസിൽ ഇരുന്നിട്ടുണ്ട്, ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഇൻ്റർവ്യൂസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനകത്ത് പ്രസൻറ്റ് ചെയ്ത് വിർച്വൽ ആവട്ടെ ശരി അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ആവട്ടെ ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം അത് എത്രത്തോളം ആങ്ഷ്യസ് ആണ് അല്ലെങ്കിൽ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് നിങ്ങൾക്ക് എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നേരത്തെ തന്നെ എന്തായാലും. ഓക്കെ, അപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ ക്വസ്റ്റിൻ്റെ സമയത്ത് നമ്മൾ മെയിനായിട്ട് ഫോളോ ചെയ്യുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു ട്രസ്റ്റിലോട്ട് വന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ NHSൻ്റെ ആണല്ലോ കാര്യം പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് NHS സെലക്ട് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ ട്രസ്റ്റിലോട്ട് എന്ത് വന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ നിങ്ങളെ തന്നെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള കാര്യം. ഇപ്പോൾ സെൽഫ് ഇൻട്രൊഡ്യൂഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ബ്രീഫായിട്ട് നിങ്ങൾ പണ്ട് തൊട്ടേ ഉള്ള കാര്യങ്ങളോ സംഭവങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു 8 പോയിൻറ്റ്സിൽ ഓരോ ടോപ്പിക്സിൽ എന്തൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇനിയുള്ള ഇൻ്റർവ്യൂസിൻ്റെ ഒരുപാട് സെഷൻസ്, ഒരുപാട് റിക്വസ്റ്റ് ഒന്നാണ് ഇൻ്റർവ്യൂസിനെ പറ്റിയിട്ട് കുറേ സെഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയുള്ള നമ്മൾ ചെയ്യുന്ന സെഷൻസ് നിങ്ങൾ മിസ്സാവാതെ കാണണം. ആ സെഷനിലൊക്കെ ഓരോ ക്വസ്റ്റ്യൻ മോഡൽസ് അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം ഇൻക്ലൂഡിങ് ആൻസേഴ്സ് അടക്കം ഞാൻ ഇനിയുള്ള കമ്മിങ് അപ്ഡേറ്റഡ് വീഡിയോസിനകത്ത് ഞാൻ ചെയ്യുന്നതായിരിക്കും ഓരോ കാര്യം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബ്രീഫ് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്താണ് പഠിച്ചത്, നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങളുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞത്, നിങ്ങൾ ദെൻ സിൻസ് എത്ര നാൾ തൊട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നു, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പറയാമെന്ന് ബ്രീഫായിട്ട്. പിന്നെ അവർ ചോദിക്കും ഓക്കെ നിങ്ങളുടെ എന്തുകൊണ്ട് ഈ ഒരു ട്രസ്റ്റിലോട്ട് നിങ്ങൾ വന്നു, എന്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ മറ്റേ ജോബ് എന്തുകൊണ്ട് കളഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. അപ്പോഴൊക്കെ നിങ്ങൾ പറയേണ്ട കാര്യം ഒരിക്കലും മറ്റേ ജോബോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലേസോ വേസ്റ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ പറയരുത്. ഒരിക്കലും നമ്മൾ പ്രീവിയസ് വർക്ക് ചെയ്യുന്ന എംപ്ലോയറിനെയോ ആ ഒരു ഏരിയനെ നമ്മൾ ഒരിക്കലും നെഗറ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്ത് എക്സ്പോസ് ചെയ്ത് കാണിക്കരുത്. പറയാം എൻ്റെ ബെറ്റർ പ്രോഗ്രഷനും കരിയർ ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കൺട്രി, എൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷനാണ് UK വന്ന് ജോയിൻ ചെയ്യാന്നുള്ളത് അല്ലെങ്കിൽ ഈ ഒരു ട്രസ്റ്റിലേക്ക് നിങ്ങളുടെ ട്രസ്റ്റിന്. അപ്പോൾ നമ്മളെപ്പോഴും ട്രസ്റ്റിന് നമ്മൾ ഏത് ഇൻ്റർവ്യൂവിനാണ് നമ്മൾ പോകുന്നത് ആ ട്രസ്റ്റിനെ പറ്റിയിട്ട് നമ്മളെപ്പോഴും റിസർച്ച് ചെയ്തിരിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഏജൻസി നിങ്ങളത് പറയണം ഇന്ന ഇൻ്റർവ്യൂവിലാണ് നിങ്ങൾ പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ നോട്ടിംഗാമിൻ്റെ കാര്യം തന്നെ പറയാം. ഇപ്പോൾ നോട്ടിംഗാം യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്കാണ് നിങ്ങൾ ഇൻ്റർവ്യൂവിന് വരുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇപ്പോൾ ഞാൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഞാൻ ആ ഹോസ്പിറ്റലിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നോട്ടിംഗാം യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് ക്വീൻസ് മെഡിക്കൽ സെൻറ്റർ എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഉണ്ട് സെപ്പറേറ്റ്, അതാണ് മെയിൻ ഹോസ്പിറ്റൽ. അതുകൂടാതെ സിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഉണ്ട്. അതുകൂടാതെ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഉണ്ട്. അതുകൂടാതെ റോപ്പ് വാക്ക് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4ആയിട്ട്
എന്താ നോട്ടിയം യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നോട്ടിയം യൂണിവേഴ്സിറ്റി ആ ഹോസ്പിറ്റൽസിന് യൂണിവേഴ്സിറ്റി ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട്, അതായത് ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്ന് പറയുന്നത്, മനസ്സിലായോ? ഓക്കെ, നമ്മുടെ മെഡിക്കൽ കോളേജുകളൊക്കെ പോലെ. അപ്പം ഇത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഐഡിയ കിട്ടി. ഓക്കെ, പിന്നെ അവിടെ എന്താണ് സ്പെസിഫിക്കലി അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ കാര്യം. പിന്നെ അതുകൂടാതെ ഇപ്പോൾ നോട്ടിയാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് മാഗ്നറ്റ് അക്രഡിറ്റേഡ് ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ട്രസ്റ്റിൽ എന്ത് അക്രഡിറ്റേഷൻ അവിടെ ഉള്ളത്, അവർ റീസെൻ്റ് ആണ് എന്തെങ്കിലും കൈൻഡ് ഓഫ് മൈൽ സ്റ്റോൺസ് അവർ അച്ചീവ് ചെയ്തോ, മേ ബി ലൈക്ക് എന്തെങ്കിലും പുതിയൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പുതിയ സിമുലേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവിടെ ട്രെയിൻ കാർഡിയാക്ക് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഒരു ഹോസ്പിറ്റൽ, ഒരു ബിൽഡിംഗ് കാർഡിയാക്കിന് വേണ്ടിയിട്ട് മാത്രമേ ഉണ്ട്. പിന്നെ വൺ സ്റ്റോപ്പ് GI ക്ലിനിക് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് ഇവിടെ നോട്ടിഹാമിൽ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് പല യൂണിവേഴ്സിറ്റീസിലും പല ട്രസ്റ്റുകളിലും കാണും. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് റിസർച്ച് ചെയ്ത് എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ സമയം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ അവർ തന്നെ ആലോചിക്കും, ഓക്കെ പുള്ളിക്ക് താല്പര്യമുണ്ട്, അവർ ഇത്രയും റിസർച്ച് ചെയ്തു, ഒരു ഹോസ്പിറ്റലിനെ പറ്റിയിട്ട് വരാനിരിക്കുന്ന സ്ഥലത്തിനെ പറ്റിയിട്ട് ഇത്രയും റിസർച്ച് ചെയ്തു. അപ്പോൾ ഞാനിപ്പോൾ എമർജൻസിയിലോട്ട് ഞാൻ ആദ്യം പോകാൻ ആലോചിക്കുകയാണെങ്കിൽ ഓക്കെ, ഞാൻ പറയും വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ വൺ ഓഫ് ദ മെയിൻ മേജർ ട്രോമ സെൻ്ററാണ് നോട്ടിയം യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഈസ്റ്റ് മിഡ്ലാൻഡ്സിൽ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവർക്ക് എൻ്റെ പ്ലാൻ അല്ലെങ്കിൽ എൻ്റെ ഐഡിയ എന്ന് പറയുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യാനാണ്. അപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയിട്ട് എനിക്കൊരു ഐഡിയ ഉണ്ട്. ഓക്കെ, വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്, അവിടെ എയർ ആംബുലൻസ് സജ്ജീകരണമുണ്ട്, അതായത് നമ്മൾ ഹെലിപാഡിൽ പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാനും ബാക്കി കാര്യങ്ങളെല്ലാം എയർ ആംബുലൻസ് ഉണ്ട്. ഈസ്റ്റ് മിഡ്ലാൻഡിലുള്ള മേജർ ട്രോമ സെൻ്ററാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിയുമ്പോഴും അവിടുത്തെ കപ്പാസിറ്റിയെ പറ്റി ഞാൻ പറഞ്ഞു കഴിയുമ്പോഴും അവർക്കൊരു ഐഡിയ ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഗൂഗിളിൽ നോക്കിയാലോ അല്ലെങ്കിൽ ആ ട്രസ്റ്റിന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കി, നമ്മുടെ കയ്യിൽ വിരൽത്തുമ്പിൽ എല്ലാ കാര്യങ്ങളുണ്ട്. നമ്മൾ ചില സമയത്ത് നമ്മൾ സ്പൂൺ ഫീഡ് ചെയ്ത് എല്ലാവരും ഇത് പറഞ്ഞു തരും എന്നുള്ള കാര്യം ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് തെറ്റുപറ്റുന്നത്. ചില റീസെൻ്റായിട്ട് ഞാൻ നമ്മുടെ കുറച്ച് കാൻഡിഡേറ്റ്സിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് ഇതേപോലെ ഒരു ഏജൻസി അയച്ചു കൊടുത്തൊരു ഫോമാറ്റിൽ പറഞ്ഞിരിക്കുന്നൊരു പോയിൻ്റാണ്, ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ 10 പോയിൻ്റ് ആൻസർ പറഞ്ഞിരിക്കണം എന്നുള്ള കാര്യം. നിങ്ങൾക്ക് അങ്ങനെ തന്നിട്ടുണ്ടെങ്കിലോ എവിടെയെങ്കിലും ഫോർവേഡ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിലോ അത് കംപ്ലീറ്റ്ലി ഇറലവൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ആ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റുമോ? നമ്മൾ പറയാറുണ്ട് ബീറ്റ് അറൗണ്ട് ദ ബുഷ്. അവർക്ക് ഒരിക്കലും ബീറ്റ് അറൗണ്ട് ദ ബുഷ് നിങ്ങൾ ചെയ്യാതെ പ്രോപ്പറായിട്ട് സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് നിങ്ങൾക്ക് പറയേണ്ട കാര്യം ബ്രീഫ് ആൻഡ് കൺസൈസ് ആയിട്ട് അവരുടെ പ്രസൻറ്റ് ചെയ്യുക. അല്ലാതെ കറങ്ങി നടന്ന് നിങ്ങൾ ചുറ്റിപ്പറ്റി നിങ്ങൾ ആൻസർ അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടംപോലെ സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല, അത് അവർക്ക് ഇഷ്ടപ്പെടുത്തില്ല എന്തായാലും. ഓക്കെ, അപ്പോൾ അറിയാമെന്നുള്ള കാര്യം പ്രോപ്പറായിട്ട് സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് പറയുക. സോ രണ്ടാമത്തെ കാര്യമാണ് കോർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഹെഡിംഗ് എന്ന് പറയുന്നത് കോർ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇപ്പോൾ കോർ ക്വസ്റ്റ്യൻസിൽ മെയിനായിട്ട് വരുന്നത് വെച്ചാൽ സെനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, ഇത് പല രീതിയിൽ വരാം കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ഒരു ഇൻ്റർവ്യൂ പാനലിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു രീതിയാണ്, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. ഇത് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും ഇൻ്റർവ്യൂ പാനൽ എന്ന് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന 8 കാര്യങ്ങളായിരിക്കും മെയിനായിട്ട് എപ്പോഴും വരുന്നത് എന്തായാലും. ഓക്കെ, ഇപ്പോൾ കോർ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ സെനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരായിരിക്കും. സെനാരിയോ ബേസ്ഡ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ തന്നിട്ടായിരിക്കും ചോദിക്കുക, മനസ്സിലാവും. ആ സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ മാനേജ് ആസ് എ നേഴ്സ്. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കേണ്ട, നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനിരിക്കുമ്പോൾ നിങ്ങൾ UK ഒരു ബാൻഡ് 5 നേഴ്സായിട്ടാണ് നിങ്ങൾ അവിടെ ഇരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ആ നേഴ്സ് ആവാനാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ അതായിരിക്കണം നിങ്ങളുടെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. അത് റിലേറ്റഡ് ആയിട്ടായിരിക്കണം നിങ്ങളുടെ അവിടെ. അതിനുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്നത് എന്താ, CBT ഒക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ, നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്താണെങ്കിലും ഒരിക്കലും നിങ്ങൾ കാണാപ്പാഠം പഠിക്കരുത്, മനസ്സിലായി. അത് ആ ക്വസ്റ്റ്യൻ കാണാപ്പാഠം, ഒരു ക്വസ്റ്റ്യൻ്റെ ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് കിട്ടി, ആൻസേഴ്സ് 1000 ക്വസ്റ്റ്യൻ കിട്ടി, അത് കാണാപ്പാഠം പഠിച്ച് നിങ്ങൾ പരീക്ഷ പാസ്സാകും. പക്ഷേ ഇൻ്റർവ്യൂയോ ബാക്കി കാര്യങ്ങളോ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും അറിയാൻ പോകുന്നില്ല. സോ പഠിക്കുമ്പോൾ ആ CBT നമ്മൾ ഓരോ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്താണെങ്കിലും ക്ലിയർ ആയിട്ട് ഓരോ തിയറി എക്സ്പ്ലെയിൻ ചെയ്ത് എക്സാമ്പിൾസ് അടക്കം പറഞ്ഞിട്ടാണ് പഠിപ്പിക്കുക. അപ്പോൾ അതെല്ലാമാണ് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സെനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ്. ഓക്കെ, നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ക്ലിനിക്കൽ എക്സ്പോഷർ നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട്, നിങ്ങളുടെ നഴ്സിംഗിൽ നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് പഠിച്ചു, അതെല്ലാം ഈ കോർ ക്വസ്റ്റ്യൻസിനകത്ത് വരും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഹെമറ്റമിസിസിൻ്റെ കാര്യം വരാം, അല്ലെങ്കിൽ ഹൈപ്പോവോളീമിയ ഭയങ്കര കോമൺ ആണ്. അപ്പോൾ ഹെമറ്റമിസിസിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, ഒരു പേഷ്യൻറ്റ്, നിങ്ങൾ എമർജൻസിയിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സാണെങ്കിൽ നിങ്ങളെടുത്തൊരു പേഷ്യൻറ്റ് ഹെമറ്റമിസിസ് ആയിട്ട് സിവിയർ ഹെമറ്റമിസിസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യണം എങ്കിൽ നിങ്ങൾ ആ പേഷ്യൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയായിരിക്കും എന്നാണ് നിങ്ങളടുത്തുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയായിരിക്കും പറയുക. അപ്പം നിങ്ങൾ ഇതേപോലത്തെ കുറച്ച് ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സെനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള കാര്യം, ഫോർ എക്സാമ്പിൾ ഇപ്പം ഡയബറ്റിക് കീറ്റോആസിഡോസിൻ്റെ കാര്യം, അല്ലെങ്കിൽ ഹൈപ്പോവോളീമിയയുടെ കാര്യം, സെപ്റ്റിക് ഷോക്കിൻ്റെ കാര്യങ്ങൾ, അപ്പോൾ അല്ലെങ്കിൽ സെപ്സിസിൻ്റെ കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം നിങ്ങളൊരു ഓവറോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെന്നുള്ള കാര്യം. പിന്നെ ഫ്രാക്ചേഴ്സ്, ഓക്കെ, മെയിനായിട്ട് ഫീമർ ഫ്രാക്ചേഴ്സ് പോലത്തെ കാര്യങ്ങൾ. ഫീമർ ഫ്രാക്ചർ ഭയങ്കര കോമൺ ആണ് ഇവിടെ, കാര്യം ഫോൾസ് ഭയങ്കര ഇൻക്രീസ് ആയിട്ടുള്ളൊരു സംഭവമാണ്, അതെല്ലാം നിങ്ങൾ നോക്കി. പിന്നെ ഡിമെൻഷ്യ, ഓക്കെ, ഡിമെൻഷ്യ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കോർ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയാസ് നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇൻ്റർവ്യൂ നടത്തുന്ന സമയത്ത് നമുക്കൊരു എക്സ്പെക്റ്റഡ് ആൻസേഴ്സ് അവിടെ ഉണ്ട്, കുറേ ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിട്ട്. ഓക്കെ, ഈ ആൻസേഴ്സ് നിങ്ങൾ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്, നിങ്ങൾ പലതും പറയുമായിരിക്കും. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, കാട് കയറി നിങ്ങൾ പറയുമായിരിക്കും. പക്ഷേ നിങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ
കുറേ ഇൻ്റർവ്യൂ പാനലിൽ ലൈക്ക് അത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആ കാർഡ് കയറി നിങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ നമ്മൾക്ക് തന്നിട്ടുള്ള പോയിന്റ്സിൽ നിങ്ങൾ ടച്ച് ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുമ്പോൾ ടച്ച് ചെയ്ത് പോകുകയാണെങ്കിൽ നമ്മൾ ടിക്കറ്റ് പോകും. ഓക്കെ, ഇപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ ഇൻ്റർവ്യൂ നടത്തുന്ന സമയത്ത് നിങ്ങളത് പറഞ്ഞു പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എങ്കിൽ നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, കുറച്ച് വാചാലരായി സംസാരിച്ചാൽ ഞാൻ പോയിന്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇട്ട് പോകും. പക്ഷേ സ്റ്റിൽ ഞാൻ പറയുകയാണ്, ബീറ്റ് അറൗണ്ട് ദ ബുഷ് ഒരിക്കലും ചെയ്യരുത്, നിങ്ങൾ ഡയറക്റ്റ് പോയിന്റിലോട്ട് പോകും. സോ ഹെമറ്റമെസിസ് ആയിട്ടുള്ള പേഷ്യൻ്റ് വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെ അവരുടെ ഒബ്ജക്റ്റീവ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു സബ്ജക്റ്റീവ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണ്. അപ്പം ഫോർ എക്സാമ്പിൾ ആ പേഷ്യൻ്റ് ഭയങ്കരമായിട്ട് പെയിലായിരിക്കും, അല്ലെങ്കിൽ ക്ലാമി ആയിരിക്കും എന്നുള്ള സംഭവങ്ങൾ. പിന്നെ അതുകൂടാതെ അവരുടെ ഹാർട്ട് റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും, റെസ്പിറേറ്ററി റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഡെപ്ത് ഭയങ്കര ഇതായിരിക്കും. പിന്നെ അതുകൂടാതെ അവരുടെ ബ്ലഡ് പ്രഷർ ഫോളോ ആയിരിക്കും, സാച്ചുറേഷൻസ് ഫോളോ ആയിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ കാണും അല്ലേ. അപ്പോൾ ഈ പോയിന്റുകളെല്ലാം പറഞ്ഞു പോകുമ്പോൾ ഇതെല്ലാം അവിടെ ടിക്ക് ബോക്സ് ഓക്കെ നിങ്ങളെല്ലാം പറഞ്ഞു പോയി എന്നുള്ള കാര്യം വരും. ഓക്കെ, പിന്നെ ഈ പേഷ്യൻറ്റ് നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾ ഓക്കെ ലാർജ് IV ബോസ് കാനുല നിങ്ങൾ ഇടുന്നു, നിങ്ങൾ IV ഫ്ലൂയിഡ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളിപ്പം ബ്ലഡ് സിവിയർ ആയിട്ട് ബ്ലഡ് പോയിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റും കാര്യങ്ങളെല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ബ്ലഡ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾ എടുക്കുന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ ഓക്കെ നിങ്ങളുടെ മാനേജ്മെൻറ്റ് സൈഡ് നിങ്ങൾ ക്ലിയർ ആയി അവിടെയും നിങ്ങൾ ടിക്ക് ബോക്സ് ഇട്ട് പോയി എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നിനും ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ സെപ്സിസ് വരികയാണെന്നുണ്ടെങ്കിൽ സെപ്സിസിനകത്തുള്ള സെപ്സിസ് 6 എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ 6 ബണ്ടിൽസ് ഉണ്ട് അതിനകത്ത്, അത് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടോ? ആ 6 ബണ്ടിൽ പറയുന്നതാണ് നിങ്ങളുടെ ആൻസർ. ആ സെപ്സിസ് 6 ബണ്ടിൽ എന്നുള്ളൊരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ ടിക്ക് ബോക്സ്. സെപ്സിസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ വളരെ കോമൺ ആയിട്ട് വരുന്ന ബാൻഡ് 5ൻ്റെ ഇൻ്റർവ്യൂ, ബാൻഡ് 5ൻ്റെയോ ബാൻഡ് 6ൻ്റെയോ ഒക്കെ തന്നെ ഇൻ്റർവ്യൂവിൽ വരുന്ന വളരെ കോമൺ ഒരു ക്വസ്റ്റ്യൻ ആണ് സെപ്സിസ് 6 എന്ന് പറയുന്നത്. സെപ്സിസ് 6 എന്ന് ഒരിക്കലും അവർ പറയില്ല, സെപ്സിസിനകത്ത് നിങ്ങൾ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സെപ്സിസ് ആയിട്ടുള്ള പേഷ്യൻ്റ് വരികയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് കാണുക, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യും. അപ്പോൾ ഈ 6 ബണ്ടിൽസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങൾ നോക്കിയിട്ട്, അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കമ്മിങ് വീഡിയോസിൽ ചെയ്തിരിക്കും എന്തായാലും. ഓക്കെ, അപ്പോൾ ഇത് കോർ ക്വസ്റ്റ്യൻസ് ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഇതേപോലത്തെ കുറച്ച് ടോപ്പിക്സ് നിങ്ങൾ റെഫർ ചെയ്യുക, ഗൂഗിളിൽ നോക്കുക, അവരുടെ ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ് ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് റെഫർ ചെയ്ത് പഠിച്ച് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക എന്തായാലും. ഓക്കെ, പിന്നെ കോർ ക്വസ്റ്റ്യനിൽ വരുന്ന അടുത്തൊരു ടോപ്പിക്കാണ് ഹൗ ഡു യു ഡീൽ വിത്ത് പ്രഷർ ഓർ സ്ട്രെസ് അറ്റ് വർക്ക്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള പ്രഷറിനെയോ സ്ട്രെസ്സിനെയോ നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ള കാര്യം വളരെ കോമൺ ആയിട്ട് ഉണ്ടാകുന്നൊരു സംഭവമാണ്. അപ്പോൾ ആ ഒരു പ്രഷറോ സ്ട്രെസ്സോ ഉണ്ടാണെങ്കിൽ ഔട്ട് ഓഫ് വർക്ക് നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ആക്റ്റീവ് മെഷേഴ്സാണ് ഇത് നിങ്ങൾക്ക് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ടുള്ളത്. ഇത് വളരെ കോമൺ ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ലൈക്ക് പ്രഷർ ഉണ്ടാവുക അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാവാനുള്ള സിറ്റുവേഷൻസ് ഒരുപാട് വരാം അല്ലേ. അപ്പോൾ നിങ്ങൾ എങ്ങനെ അത് ഡീൽ ചെയ്യുന്നു, ഔട്ട് ഓഫ് വർക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ എങ്ങനെ അതിന് ആക്റ്റീവായിട്ടുള്ള മെഷേഴ്സ് നിങ്ങൾ എടുക്കുന്നു എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വളരെ കോമൺ ആണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പല രീതിയിൽ പറയാം. നിങ്ങളുടെ ഓവർലോഡായിട്ടുള്ള വർക്കിനെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങളുടെ കൊളീഗ്സിന് നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്ത് വർക്ക്സ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നു. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ ലൈൻ മാനേജറിനെ നിങ്ങൾ എസ്കലേറ്റ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഒട്ടും വയ്യാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈൻ മാനേജറിനെ ഇൻഫോം ചെയ്തിട്ട് നിങ്ങൾക്ക് ലീവോ കാര്യങ്ങളോ സിക്നസ്സോ സ്ട്രെസ് ലീവോ അല്ലെങ്കിൽ ആങ്സൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ നിങ്ങൾക്ക് ലീവ് എടുക്കാം, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പർ അപ്രോച്ച് നിങ്ങളുടെ ഫാമിലിയായിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്ത് ഒരു പ്രോപ്പർ ഒരു ഡേ ഓഫ് ഒക്കെ എടുത്ത് നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ സ്ട്രെസ് റിലീവിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ മെഷർ, ഇപ്പോൾ വർക്ക് പ്ലേസിലാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല നിങ്ങൾ വർക്കിലോട് പ്രയോറിറ്റൈസ് ചെയ്യുന്നു, കൊളീഗ്സായിട്ട് സംസാരിക്കുന്നു, എസ്കലേറ്റ് ചെയ്യുന്നു ലൈൻ മാനേജറിനെ, അങ്ങനെയുള്ള കുറേ പോയിന്റുകളും കാര്യങ്ങളെല്ലാം പറയും. ഇനി ഔട്ട് ഓഫ് വർക്ക് നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, എനിക്ക് ഗാർഡനിങ് ഇഷ്ടമാണ്, സോ ഞാൻ കൂടുതൽ ടൈം ഗാർഡനിങ് ഞാൻ സ്പെൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കും. അല്ലെങ്കിൽ എനിക്ക് മൂവീസ് വാച്ച് ചെയ്തൊന്ന് കാം ആൻഡ് ക്വയറ്റായിട്ട് ഞാൻ ഇരിക്കും. നല്ല ഫുഡ് കഴിച്ച് ഞാൻ കുക്ക് ചെയ്ത് കാര്യങ്ങളായിട്ട് ഫാമിലിയായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യും. അല്ലെങ്കിൽ ഞാനൊരു ഔട്ടിങ്ങിന് പോകും, ഒരു സൈക്ലിങ്ങിന് ഞാൻ പോകും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പല പോയിന്റുകൾ നമുക്ക് പറയാം. അല്ലാതെ ഞാൻ അപ്പോൾ അവർ ലൈക്ക് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്തൊക്കെ ആക്റ്റീവ് മെഷേഴ്സ് ഇത് റിലീവ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യുമെന്നാണ്. ഓക്കെ, അല്ലാതെ നിങ്ങൾ ലൈക്ക് പ്രഷർ ആയിട്ട് നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യില്ല അല്ലെങ്കിൽ എന്ത്, അപ്പോൾ നിങ്ങൾ ആ പ്രോപ്പർ മെഷേഴ്സ് തന്നെ ഡയറക്റ്റ് ഫോർവേഡായിട്ട് കിടന്ന് കറങ്ങാതെ ഓരോ പോയിന്റുകൾ ഡയറക്റ്റായിട്ട് പറയും. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ചോദിക്കുന്ന അടുത്ത ഒരു കോർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു കോംപ്ലിക്കേറ്റഡ് മെസ്സേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ഒരു പേഷ്യൻ്റെ അടുത്ത് അത് നിങ്ങൾ കൺവേ ചെയ്യും. ഓക്കെ, ഇനി നിങ്ങൾ കൺവേ ചെയ്ത് കഴിഞ്ഞു എങ്കിൽ ആ പേഷ്യൻ്റ് അത് മനസ്സിലാക്കിയെന്നും അത് പേഷ്യൻ്റ് കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റുഡ് ആയെന്നും നിങ്ങൾ എങ്ങനെ അറിയും. ഓക്കെ, ഇതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, മിക്കപ്പോഴും വരുന്ന ഒരു ബാൻഡ് 5ൻ്റെ കോമൺ ക്വസ്റ്റ്യൻ ആണ്. പ്രത്യേകിച്ച് നിങ്ങൾ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിലോട്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻഡോസ്കോപ്പിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് പേഷ്യൻസിന് നമ്മൾ എൻഡോസ്കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് ചിലപ്പോൾ കോളോൺ ക്യാൻസറോ അല്ലെങ്കിൽ ഈസോഫേജിയൽ ക്യാൻസറോ ഒക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ കൺസേൺഡ് ആയിട്ടുള്ള പല ഏരിയയിൽ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഒരു സാഡ് ന്യൂസ് നമ്മൾ പേഷ്യൻ്റ് പോകുന്നതിന് മുന്നേ നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വരും. അത് ആ ഒരു എൻഡോസ്കോപ്പിസ്റ്റും ഒരു നഴ്സും കൂടെ ഇരുന്നായിരിക്കും ആ ഒരു സാഡ് ന്യൂസ് നമ്മൾ ബ്രേക്ക് ചെയ്യാനായിട്ട് പോവുക അല്ലേ. അപ്പോൾ അതൊരു കോംപ്ലിക്കേറ്റഡ് മെസ്സേജ്. ഞാൻ അതിനൊരു എക്സാമ്പിളാണ് നിങ്ങൾക്ക് പറഞ്ഞത്. ഇപ്പോൾ സ്പെഷ്യാലിറ്റി ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ സെനാരിയോ വരിക. ഞാൻ ജനറലൈസ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ ആ ഒരു മെസ്സേജ് നിങ്ങൾ കൺവേ ചെയ്യും. അപ്പോൾ നമ്മളവിടെ ആ ഒരു എംപത്തി അല്ലെങ്കിൽ ഉള്ള രീതിയിൽ നമ്മൾ ആ മെസ്സേജ് കൺവേ ചെയ്യുന്നതും പിന്നെ എങ്ങനെ പേഷ്യൻ്റ് അത് മനസ്സിലായി, നമ്മൾ എന്തൊക്കെ ആക്റ്റീവ് മെഷേഴ്സ് പറയുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പേഷ്യൻ്റ് കോളോൺ ക്യാൻസർ വന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് കാര്യങ്ങളെല്ലാം ഓക്കെ, നമ്മൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നതിൽ വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ട് ഞാൻ വിചാരിക്കുന്നു, പക്ഷേ ഈ ഒരു സംഭവം നമ്മൾ അറിഞ്ഞത് അല്ലെങ്കിൽ കണ്ടുപിടിച്ചത് ഏറ്റവും നല്ല കാര്യമാണ് നിങ്ങളുടെ കാര്യത്തിൽ. ഓക്കെ, കാര്യം നമ്മൾ ഏർലി ആയിട്ട് നമ്മളത് ഡയഗ്നോസ് ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇനി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റിലുള്ള മെഷേഴ്സും കാര്യങ്ങളെല്ലാം നമുക്കിനി നടത്താൻ പറ്റും ആക്റ്റീവായിട്ട്. അപ്പോൾ അന്ന് തന്നെ നമ്മൾ അവർക്കൊരു CT ചെസ്റ്റും അബ്ഡോമിൻ പെൽവിസ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർഡർ ചെയ്യും. സാമ്പിൾസ് എടുത്തിട്ടുണ്ടായിരിക്കും, അതെല്ലാം ബയോപ്സി പോയിട്ട് നമ്മൾ ഉടനെ അർജൻറ്റായിട്ട് തന്നെ അവരുടെ ബയോപ്സീസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ അവരുടെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ അവരെ റീഅഷ്യൂർ ചെയ്ത് കാര്യങ്ങളെല്ലാം പറയും. നമ്മൾ ഇനി എന്താണ് നമ്മുടെ പ്ലാൻ എന്നുള്ള കാര്യം അവരെ അറിയിക്കും. പിന്നെ കൊളറക്ടലിൻ്റെ നഴ്സസിൻ്റെ ടീമിൻ്റെ സപ്പോർട്ടിൻ്റെ അഡ്വൈസ് അല്ലെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും. അപ്പോൾ ആ സ്പെഷ്യൽ നഴ്സസ് അവരെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ റീഅഷ്യൂർഡായി എന്തൊക്കെയാണെന്നുള്ളത്. ഇനി അവർക്കത് മനസ്സിലായോ എന്ന് ചോദിക്കാൻ നമുക്ക് എന്ത് ചോദിക്കാം, ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ അവരോ അല്ലെങ്കിൽ അവർ നമ്മളടുത്ത് തിരിച്ച് പറയായിരിക്കും, ഓക്കെ എനിക്കറിയാം, ഇന്ന് എനിക്ക് എൻ്റെ CT സ്കാൻ നടക്കുകയാണ്, ഇന്ന് അതിന് ശേഷമായിരിക്കും നിങ്ങൾ ഫർദർ നെക്സ്റ്റ് വീക്ക് നിങ്ങൾ ബാക്കി കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യും. എങ്ങനെ ഇത് സർജിക്കലി റിമൂവ് ചെയ്യണം, അത് എൻഡോസ്കോപ്പിക്കലി ക്യാൻസർ റിമൂവ് ചെയ്യണോ, അല്ലെങ്കിൽ എന്ത് ട്രീറ്റ്മെൻറ്റ്, അതിനുശേഷം എനിക്ക് റേഡിയേഷൻ തെറാപ്പി വേണോ, കീമോതെറാപ്പി വേണോ, പിന്നെ ബാക്കി എന്നെ കൊളറക്ടൽ നഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം പറയാനായിട്ട് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് കോൺടാക്ട് ചെയ്യും. നിങ്ങൾ വിത്തിൻ 2 to 3 വീക്സിൽ തന്നെ എനിക്ക് അടുത്തൊരു അപ്പോയിൻമെൻറ്റ് തരും. ഇതെല്ലാം പേഷ്യൻറ്റ് തിരിച്ച് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, ഓക്കെ പേഷ്യൻറ്റിന് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അണ്ടർസ്റ്റുഡായി. അപ്പോൾ അതിനെ പറയുന്ന വാക്കാണ് പേഷ്യൻറ്റിനെ കൊണ്ട് നമ്മൾ റീസ്റ്റേറ്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അപ്പോൾ അവർ നമ്മൾ പറഞ്ഞ കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് നമ്മൾ റീസ്റ്റേറ്റ് ചെയ്യിപ്പിക്കുകയാണ് പേഷ്യൻറ്റിനെ കൊണ്ട്. ഓക്കെ, അപ്പോൾ അത് അവർക്ക് മനസ്സിലായി എന്ന് നമുക്ക് ക്ലിയർ ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ ഫൈൻ, അവരെ പ്രോപ്പറായിട്ട് നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് സേഫായിട്ട് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് നമുക്ക് അവരെ വിടുകയും ചെയ്യാം എന്തായാലും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂസിൽ നിങ്ങൾക്ക് സ്പെഷ്യാലിറ്റി റിലേറ്റഡോ അല്ലെങ്കിൽ ഇതേപോലെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് വരുന്ന സമയത്ത് ഇതേപോലത്തെ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എങ്ങനെ ഡെലിവറി ചെയ്യുന്നു, എങ്ങനെ അത് റീസ്റ്റേറ്റ് ചെയ്തൊന്ന് മനസ്സിലായോ അണ്ടർസ്റ്റുഡായോ എന്നുള്ള കാര്യം ചോദിക്കാനുള്ള ചാൻസസ് വളരെ കോമൺ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കൂടുതലും മെഡിക്കൽ ടേംസ്, പേഷ്യൻറ്റിന് മെഡിക്കൽ ടേംസ് കൂടുതൽ പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ കൂടുതൽ മെഡിക്കൽ ടേംസ് യൂസ് ചെയ്യാതെ അവർക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ തന്നെ നമ്മൾ സംസാരിച്ച് ഡീൽ ചെയ്യും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ഓൺ ചെയ്ത് പറയുക എന്തായാലും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സെഷനിലോട്ട് പോകാം. പിന്നെ ഇനി മൂന്നാമത്തെയാണ് കാൻഡിഡേറ്റ് സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു ഏരിയ. ഓക്കെ, കാൻഡിഡേറ്റ് സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ സ്പെഷ്യാലിറ്റി ആവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് ആവും. അപ്പോൾ അവിടെയൊക്കെ ചോദിക്കുമ്പോൾ അവർ നിങ്ങളുടെ എങ്ങനെയൊക്കെ ഒരു ഫ്ലെക്സിബിളായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് എന്ന് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇവിടെ നോർമലി വരുന്നത് 12.5 hours വരും, 12 hours ഷിഫ്റ്റ് ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ആഴ്ചയിൽ 3 ദിവസങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്യാൻ ഓക്കെ ആണോ, അല്ലെങ്കിൽ വീക്കെൻഡുകളിൽ നിങ്ങൾക്ക് ഡ്യൂട്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ ഓക്കെ ആണോ, നൈറ്റ് ഡ്യൂട്ടീസ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ ഓക്കെ ആണോ, ഇപ്പോൾ ഇനി നിങ്ങൾക്ക് അതുകൂടാതെ വീക്കെൻഡ്സ് മാത്രമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നുണ്ടോ, ഓൺ കോൾ വന്നാൽ നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് ഓക്കെ ആണോ, ക്രോസ് സൈറ്റിലേക്ക് പോയി വർക്ക് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് സ്റ്റാഫ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ പറ്റുമോ. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് പറ്റുന്നൊരു ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഫീസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പറയുക ലൈക്ക് എനിക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല, വന്നു കഴിഞ്ഞാൽ എനിക്ക് ഡ്രൈവിംഗ് ചെയ്യാനുള്ള പോസിബിലിറ്റി എനിക്ക് കുറേ സമയം എടുക്കും ലൈസൻസും കാര്യങ്ങളും കിട്ടാനായിട്ട്. അപ്പോൾ ഈ ക്രോസ് ആയിട്ട് എന്ന് പറയുന്നത് ദൂരെയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടോ കാര്യങ്ങളോ എനിക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഞാൻ അത് നോക്കി ആ ടൈമിനനുസരിച്ച് അവിടെ എത്താനായിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യും എന്ന് പറയാം. ഇനി ഇൻ കേസ് എനിക്ക് ലൈസൻസോ കാര്യങ്ങളോ ഉണ്ട്, പാർക്കിംഗ് പെർമിറ്റോ കാര്യങ്ങളൊക്കെ എനിക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എനിക്ക് പോകാനും കാര്യങ്ങളും എനിക്ക് ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ പറയാം. അപ്പം ആ കോമൺ സെൻസ് യൂസ് ചെയ്ത് നമ്മൾ സംസാരിക്കുക, അല്ലാതെ എടുത്ത് ചാടി എന്ത് പറയരുത് ഞാൻ പൊക്കോളാം എന്നുള്ള രീതിയിലല്ല അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഓക്കെ ഞാൻ ഇനി പോയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ജോലി കിട്ടാതിരിക്കുമോ, അങ്ങനെ അല്ല കേട്ടോ. സെൻസിബിളായിട്ട് ആൻസർ ചെയ്യുക അവിടെ. അപ്പോൾ ഓക്കെ ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ എന്നോട് ചോദിക്കണം ഓൺ കോൾ എന്നെ കൊണ്ട് പറ്റുമോ, അപ്പോൾ എനിക്ക് വണ്ടിയില്ല, അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓൺ കോൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ സ്റ്റേറ്റ് ചെയ്യേണ്ട കാര്യം ഓക്കെ ഞാൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് എനിക്ക് ബസ്സാണ് അല്ലെങ്കിൽ ട്രാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ട്രാം ആ ടൈമിൽ പ്രോപ്പറായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എത്തുമ്പോൾ ലേറ്റ് ആവും. എനിക്ക് ഓൺ കോൾ വരുന്നതിന് യാതൊരു കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു ഡിലേ ചിലപ്പോൾ എക്സ്പെക്റ്റഡ് ആണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടാക്സി സർവീസ് അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറയുക, അത്രേ ഉള്ള സംഭവം. അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് അവിടെ പറയുന്നു എന്നുള്ള കാര്യം, ഇതെല്ലാം റെക്കോർഡായിട്ട് ഇരിക്കുകയും ചെയ്യും എന്തായാലും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് കാൻഡിഡേറ്റ് സ്പെസിഫിക് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ ആനുവൽ ലീവ്സും കാര്യങ്ങളെല്ലാം പറയും, നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് നാട്ടിലേക്ക് പോകുന്ന കാര്യങ്ങളും ഒക്കെ അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. നിങ്ങൾ ജനറലായിട്ട് കോമൺ സെൻസ് ഉപയോഗിച്ച് കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ ആൻസർ ചെയ്യാൻ എന്താണെങ്കിലും. ഓക്കെ, ഇനി അടുത്ത 4ാമത്തെ പോയിന്റിലോട്ട് നമുക്ക് പോകാം.